എൻഫീൽഡിൻ്റെ ലെജൻഡറി മോഡലായിട്ടുള്ള പഴയ ഹിമാലയൻ വീണ്ടും തിരിച്ചു വരാൻ പോവാണ്. നിങ്ങളൊരു അഡ്വഞ്ചർ ബൈക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ട്, പഴയ ഹിമാലയനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വണ്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, ഏത് എഞ്ചിനാണ് കൊടുക്കാൻ പോകുന്നത്, എത്രയായിരിക്കും പ്രൈസ്, ലോഞ്ച് ഡേറ്റ്, എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. 2016 ഹിമാലയൻ പുറത്തിറങ്ങിയത്. ആ ഒരു ബൈക്ക് ഉണ്ടാക്കിയ ഒരു ഓളം എല്ലാവർക്കും അറിയായിരിക്കും. ആ ഒരു സമയത്ത് നിന്ന് ഏറ്റവും വലിയ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബൈക്കും കൂടിയാണ്, എല്ലാവരുടെയും ഡ്രീം ബൈക്കായിരുന്നു. ഇപ്പോഴത്തെ എക്സ്പൾസ് അല്ലെങ്കിൽ KTM അഡ്വഞ്ചർ 39 ഇറങ്ങുന്നതിന് മുമ്പ് ഹിമാലയൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചൊരു ബൈക്കാണ്, ഇപ്പോൾ സ്റ്റിൽ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അഡ്വഞ്ചർ ടൂറർ കാറ്റഗറിയിൽ തന്നെ ബെസ്റ്റ് ബൈക്കാണ്, നല്ല ലോ ആൻഡ് ടോർക്കുള്ളൊരു ബൈക്കും കൂടിയാണ്. കാണാനാണെങ്കിൽ അടിപൊളി ലുക്കുമാണ്. 2023 വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തത്. വണ്ടി നിർത്താനുള്ള മെയിൻ റീസൺ പുതിയ അപ്ഡേറ്റഡ് മോഡൽ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്, അല്ലാണ്ട് വണ്ടിയുടെ സെയിൽസിൻ്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല. വണ്ടിക്കാണെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്. മാത്രമല്ല പല ഷോറൂമിലും എൻഫീൽഡിൻ്റെ ഷോറൂമിലൊക്കെ അവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് വണ്ടി റീലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം മാർക്കറ്റിലാണെങ്കിൽ 450 ആണുള്ളത്. 450 411 കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ശരിക്ക് നല്ല രീതിക്ക് അവർ അപ്ഡേറ്റ് കൊടുത്തൊരു മോഡലാണ് 450. ഡിസൈനിലാണെങ്കിൽ നല്ല മാറ്റമുണ്ട്, പഴയ ഹിമാലയൻ പോലെയല്ല 450. പിന്നെ കൂളിംഗ് സിസ്റ്റത്തിൽ മാറ്റമുണ്ട്, UST ഫോർക്ക് കൊടുത്തിട്ടുണ്ട്, പുതിയ മീറ്റർ കൺസോളാണ്, പുതിയ ഷെർപ്പ എഞ്ചിനാണ്. അതാണെങ്കിൽ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് 450. എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പഴയ 411 പ്രത്യേകിച്ച് ഫാൻ ബേസ് ഉണ്ട്, എല്ലാവർക്കും പ്രിയപ്പെട്ട മോഡലിലൊന്നാണത്. ഹിമാലയൻ 411 വീണ്ടും റീലോഞ്ച് ചെയ്യുന്ന കാര്യം കൺഫേം ആയിട്ടുണ്ട്. ഈ വർഷം തന്നെ വണ്ടി ഒഫീഷ്യലായിട്ട് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും. 411 സെയിം ഡിസൈനിലായിരിക്കും വണ്ടി റീലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഔട്ട്പുട്ട് കൊടുക്കാൻ പോകുന്നത് 440 എഞ്ചിനായിരിക്കും, സ്ക്രാം 440. അത് ശരിക്കും 411 സെയിം എഞ്ചിനാണ്, പക്ഷേ അതിൽ അവർ ബോർ സൈസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ട്രോക്കിലൊക്കെ വ്യത്യാസം വരുത്തി 440 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെയിം എഞ്ചിനായിരിക്കും, ആ ഒരു സെയിം സ്പെക്സ് തന്നെയാണ് ഈ ഒരു ഹിമാലയൻ അവർ കൊണ്ടുവരാൻ പോകുന്നത്. എൻഫീൽഡിൻ്റെ ഒരു എഞ്ചിൻ കാറ്റഗറി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 440 സ്ക്രാം 440 മാത്രമേ അവർ ഇപ്പോൾ നിലനിർത്തി കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കിയെല്ലാം 350, 450, 650cc എഞ്ചിനൊക്കെയാണ്. പഴയ 411 കുറച്ചും കൂടി പിക്കപ്പിൾ എഞ്ചിനാണ് 440. ഇപ്പോൾ സ്റ്റോക്കിലൊക്കെ വ്യത്യാസം വരുത്തുകൊണ്ട് തന്നെ ചെറിയൊരു പവർ ഇൻക്രീസ് ഒക്കെ ഉണ്ട്. എഞ്ചിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റ് വരുന്നത് 443cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്, എയർ ആൻഡ് ഓയിൽ കൂൾ എഞ്ചിനായിരിക്കും. 25.4 bhp പവറും 34 Nm ഓഫ് ടോർക്കാണ്. വണ്ടിയുടെ ലോ ആൻഡ് ടോർക്കാണ് എടുത്ത് പറയേണ്ട കാര്യം. ഏകദേശം ഒരു 1 bhp പവറും 2 Nm അടുത്ത് ടോർക്കും പഴയ ഹിമാലയൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടിയിട്ടുണ്ട് 440. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെയിം തന്നെ ആയിരിക്കും. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോർക്കും ബാക്കിൽ മോണോ ഷോക്കാണ്, അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. സ്ക്രാം 440 വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ട്രാവലുള്ള ഷോക്ക് സെറ്റപ്പ് ആയിരിക്കും ഫ്രണ്ടിലും ബാക്കിലൊക്കെ. പിന്നെ മീറ്റർ കൺസോളും ആ റൗണ്ട് ഷേപ്പിലുള്ള പഴയ മീറ്റർ കൺസോൾ ആയിരിക്കും, പുതിയൊരു മീറ്റർ കൺസോൾ അവർ കൊടുക്കാൻ സാധ്യതയില്ല. എന്തായാലും പഴയ ഹിമാലയൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നതിന് നല്ലത് നിങ്ങൾ പുതിയ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. എന്തായാലും ഈ വർഷത്തോടു കൂടി വണ്ടി എന്തായാലും ലോഞ്ച് ചെയ്യും. ഉടൻ തന്നെ വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് അവർ പുറത്തുവിടാൻ ചാൻസ് ഉണ്ട്. ഒരു എക്സ്പെക്റ്റഡ് എക്സ് ഷോറൂം പ്രൈസ് 2.4 lakh to 2.6 lakh ആണ് എക്സ് ഷോറൂം ഡൽഹി.